വിജയിച്ച് മിന്നിക്കൊടി പാറിക്കും, എന്നിട്ട് ഇനി ഞങ്ങൾ കുത്തിയിരിക്കൂ എന്ന വാശിയിലാണ് BJP. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർ കളത്തിലിറങ്ങിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ കണ്ണുതള്ളി എന്നാണ് കേരളത്തിലെ ഈ വിദ്വാൻമാർ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പകൽ പോലെ വ്യക്തമായ കാര്യം. കാരണം ജനങ്ങൾക്കറിയാം നിജസ്ഥിതി എന്താണെന്നുള്ളത്. കേന്ദ്രത്തിൽ നിന്നും കേരളത്തോട് എന്ത് സമീപനമാണ് കാണിക്കുന്നതെന്ന് നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എന്തായാലും BJP അരങ്ങത്ത് നാടകം കാണാനും കെട്ടിയാടാനും നിരവധി ആളുകളാണ് പല ഭാഗത്തു നിന്നായി BJPയിലേക്ക് ചേക്കേറിയത്. ഇവരെല്ലാം കൂടി ഒത്തുപിടിച്ച് ആ മലയങ്ങ് മറിച്ചു വെക്കുമോ എന്ന് ഇനി അറിയാനുള്ളൂ. കോൺഗ്രസിൽ നിന്നെത്തിയ രഘുനാഥ്, ജനപക്ഷം PC ജോർജ്, അംഗബലം മുന്നത്തേക്കാൾ ദുർബലമായോ എന്നൊരു സംശയം മാത്രം ബാക്കി. പിന്നെ നരേന്ദ്രമോദി തുടർച്ചയായി കേരളത്തിലെത്തുന്നതും അടുത്ത ആഴ്ച അമിത്ഷാ വരുന്നതുമെല്ലാം മറ്റു ചില ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. BJP അധികാരത്തിൽ വന്നാൽ വർഗീയതയെ തുടച്ചു നീക്കാം എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും ഏതോ മൂഢസ്വർഗത്തിലാണ് എന്നതാണ് വാസ്തവം. പിന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയ്ക്കാനാണ് BJPയുടെ ലക്ഷ്യം. പാലക്കാട് ചേർന്ന ഭാരവാഹി യോഗത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും. ഈ മാസം 3-ാം വാരത്തിലാണ് ദേശീയ കൗൺസിൽ ചേരുക. അതിനു മുന്നോടിയായി 6 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ നിന്നും പ്രഖ്യാപിച്ചേക്കും. തൃശ്ശൂരിൽ നടൻ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി BJP പ്രവർത്തകർ ഇപ്പോഴും പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ നേരത്തെ തന്നെ പ്രചരണവും തുടങ്ങി. കൊള്ളാം എന്തായാലും. എന്നാൽ സിനിമാ രംഗത്ത് നിന്ന് മറ്റു ചിലരും കൂടി BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ചാലക്കുടി സംവിധായകൻ മേജർ രവിയുടെ പേര് പരിഗണനയിലുണ്ട് എന്നും കേൾക്കുന്നു. എന്തായാലും ആറ്റിങ്ങലിൽ V മുരളീധരൻ തന്നെ മത്സരിക്കും. BJP വലിയ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലം കൂടെയാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലമാണിത്. അതുകൊണ്ടായിരിക്കാം ഇത്തവണയും മുരളീധരനെ തന്നെ ഇറക്കുന്നു എന്ന് തോന്നുന്നു. ആറ്റിങ്ങലിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലും BJP അമിത പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് നടൻ ദേവൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. നിർമ്മാതാവ് സുരേഷ് കുമാറും മത്സര രംഗത്തുണ്ടാകില്ല. പിന്നീട് പത്തനംതിട്ടയിൽ PC ജോർജിനെ മത്സരിപ്പിച്ചേക്കും എന്നും കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആര് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല. പത്തനംതിട്ടയിൽ PC ജോർജ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. നായർ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥി വേണമെന്ന BJPയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായവും. ഇങ്ങനെ 2 അഭിപ്രായം ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പാർട്ടിയുടെ നിലവാരം എന്താണെന്നുള്ളത്. ഇവിടെ കുമ്മനം രാജശേഖരൻ, നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. പാലക്കാട് C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം ലഭിക്കുന്നത്. വയനാട് ആര് എന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. BDJSന് മണ്ഡലം കൈമാറുമോ എന്നും വ്യക്തമല്ല. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് എന്നിവരുടെ പേരുകളും കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. മലപ്പുറത്ത് AP അബ്ദുള്ള കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. കണ്ണൂരിൽ അടുത്തിടെ കോൺഗ്രസ് വിട്ടെത്തിയ C രഘുനാഥനാണ് സാധ്യത. അനിൽ ആന്റണിയുടെ പേരും എറണാകുളം മണ്ഡലത്തിൽ പരിഗണനയിലുണ്ട്. കോട്ടയവും മാവേലിക്കരയും BDJSുമായി വെച്ചുമാറിയേക്കും. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മുതൽ ജില്ലാ നേതാവ് VV രാകേഷിന്റെ പേര് വരെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നതല്ലാതെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ ഇതുവരെ BJPക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ എങ്ങനെയിരിക്കും? അതുപോലെയാണ് BJPയുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ഇവിടുത്തെ പൊതുജനങ്ങൾ ഇതെല്ലാം ഓർമ്മയിൽ വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.